വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ചൊക്ലി പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KP സാജു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം 2017 തുടങ്ങി 2024 എത്തി നിൽക്കുമ്പോൾ അഞ്ചാമത്തെ തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകും. 7 വർഷക്കാലം ഈ ഗവൺമെന്റ് പിന്നിടുമ്പോൾ 5 തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന ഒരു സർക്കാരായി പിണറായി വിജയന്റെ സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും DYFIക്കാരും ചെയ്തത് നമ്മുടെ നാട്ടിലുള്ള കുറേ ഇലക്ട്രിക് പോസ്റ്റുകൾ അങ്ങ് മുറിച്ചു കളയുകയാണ്. കുറേ ട്രാൻസ്ഫോമറുകൾ തകർക്കലാണ്. KSEBയുടെ വണ്ടികൾ ആക്രമിച്ച് കത്തിക്കുകയാണ്. ഈ നാട്ടിൽ അതേ പാർട്ടിക്കാർ കേരളം ഭരിക്കുമ്പോൾ 7 വർഷക്കാലം കൊണ്ട് 5 തവണ കേരളത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്ന് പറയാതെ കടന്നു പോകാൻ കഴിയും. KM പവിത്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഇന്നേ ദിവസം KSEB ഓഫീസുകൾക്ക് മുമ്പിൽ ധർണാ സമരവുമായി മുന്നോട്ട് പോകുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള ധർണാ സമരങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. വൈദ്യുതി ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് പ്രധാന കാരണം ഇന്ന് ഒരൊറ്റ നില ഓടിട്ട വീടും അല്ലെങ്കിൽ ഒരു ഓലപ്പുരയും ഒരൊറ്റ ബൾബും കത്തുന്ന ഒരൊറ്റ ഗ്രഹവും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളൊരു സത്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അർബാസ് CK മുഖ്യ പ്രഭാഷണം നടത്തി. പ്രമോദ് ഒളവിലൻ സ്വാഗതവും ഉദയൻ ചൊക്ലി നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ് പാനൂർ.